സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FMലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ 5 കൊല്ലവർഷം 1201 കന്നി 19 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്മാർട്ടായി പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗനവാടി. ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി. കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷൻ സഹായത്തിനായി പോലീസിനെ വിളിക്കാം. തിരുവല്ലത്ത് ടോൾ കുറച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് രോഗമില്ലാത്ത ഗ്രാമം പദ്ധതി 5ാം ഘട്ടം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താം. കൃത്രിമ മിറർ ഇമേജ് നാനോപോറുകളുമായി ഗവേഷകർ. വാർത്തകൾ വിശദമായി. സ്മാർട്ടായി പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗനവാടി. അഡ്വക്കേറ്റ് എ റഹീം MPയുടെ 15 ലക്ഷം രൂപയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മരിയാപുരം സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ റഹീം MP നിർവഹിച്ചു. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK ബെൻഡാർവിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് മരിയാപുരം മാർത്തോമ ചർച്ചിന് എതിർവശം അംഗനവാടിക്ക് സൗജന്യമായി ഭൂമി നൽകിയ റിസ്ലയനെ ആദരിച്ചു. ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി. കുട്ടികളുടെ ഡിജിറ്റൽ അഡിക്ഷൻ സഹായത്തിനായി പോലീസിനെ വിളിക്കാം. വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അമിതമായ സ്ക്രീൻ ടൈം പഠനത്തെയും സാമൂഹിക ഇടപെടലുകളെയും ബാധിക്കുമ്പോൾ സഹായത്തിനായി കേരള പോലീസിന്റെ DDAD അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി രംഗത്തുണ്ട്. കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളിലെ മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തെ നിയന്ത്രിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് DDAD. കൗൺസിലിംഗിലൂടെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. തിരുവല്ലത്ത് ടോൾ കുറച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ നിലവിലുണ്ടായിരുന്ന ടോൾ നിരക്കിൽ കുറവ് വരുത്തി ദേശീയപാത അതോറിറ്റി. വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര സർക്കാർ GSTയിൽ വരുത്തിയ ഇളവ് പ്രകാരമാണ് ടോൾ നിരക്കിൽ വ്യത്യാസമുണ്ടായത്. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ എണ്ണം അനുസരിച്ചും നിലവിലുണ്ടായിരുന്ന നിരക്കിനേക്കാൾ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് ദേശീയപാത പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ അറിയിച്ചിട്ടുണ്ട്. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ രോഗമില്ലാത്ത ഗ്രാമം പദ്ധതിയുടെ 5ാം ഘട്ടത്തിന്റെ 5ാമത്തെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 4/10/2025 NSS കരയോഗം ഹാൾ കുളത്തൂരിൽ നടന്നു. സരസ്വതി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ENT, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ വിഭാഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK ബെൻഡാവിൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ രഞ്ജു, ഡോക്ടർ ഷഹാന നവാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ കൃത്രിമ മിറർ ഇമേജ് നാനോപോറുകൾ വികസിപ്പിച്ച ബ്രിക് RGCB ഗവേഷകർ. രോഗകാരികളായ തന്മാത്രകളെ കണ്ടെത്താനും രോഗകോശങ്ങളെ നശിപ്പിക്കാനും സഹായകമായ കൃത്രിമ മിറർ ഇമേജ് നാനോപോറുകൾ വികസിപ്പിച്ച രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഗവേഷകർ. അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിനും വ്യക്തിഗത രോഗനിർണയത്തിനും ഇത് സഹായിക്കും. ക്യാൻസർ മരുന്ന് നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക പഠനങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാമെന്നും നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൗതുക വാർത്തകൾ. കലയ്ക്ക് മതമില്ല. കേരള കലാമണ്ഡലത്തിലെ ആദ്യ മുസ്ലിം കഥകളി കലാകാരിയായി ചരിത്രം കുറിച്ച് സാബ്രി. കേരള ക്ലാസിക്കൽ നൃത്തത്തിനുള്ള പ്രശസ്തമായ സർവകലാശാലയായ കേരള കലാമണ്ഡലത്തിൽ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് 16 വയസ്സുകാരിയായ സാബ്രി. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചതിന് ശേഷം കഥകളിയിൽ അരങ്ങേറുന്ന ആദ്യത്തെ മുസ്ലിം പെൺകുട്ടിയായി അവൾ മാറും. തന്റെ സഹപാഠികളോടൊപ്പം അരങ്ങേറ്റം കുറിക്കുമ്പോൾ ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടുനടന്ന കൃഷ്ണവേഷമാണ് സാബ്രി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കായികം. കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ കൊമ്പൻസ് ഇന്ന് കളത്തിലിറങ്ങും. മത്സരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് 7:30. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്കൊരുങ്ങി തലസ്ഥാനം. കേരള സൂപ്പർ ലീഗിന്റെ 2ാം സീസണിൽ തലസ്ഥാനത്തിന്റെ സ്വന്തം ടീം തിരുവനന്തപുരം കൊമ്പൻസ് ഇന്ന് കളത്തിലിറങ്ങും. വൈകിട്ട് 7:30 കണ്ണൂർ വാരിയേഴ്സ് FCയുമായാണ് ആദ്യ മത്സരം. ഒക്ടോബർ 10 മലപ്പുറം FC, 30 കാലിക്കറ്റ് FC, നവംബർ 13 ഫോഴ്സ് കൊച്ചി FC, 21 തൃശൂർ മാജിക് FC എന്നിവരുമായാണ് ടൂർണമെന്റിലെ മറ്റു മത്സരങ്ങൾ. കഴിഞ്ഞ തവണത്തെ ടീമിൽ 2 ബ്രസീലിയൻ താരങ്ങൾ ഉൾപ്പെടെ 11 പേരെ നിലനിർത്തിയാണ് 2ാം സീസണിൽ കൊമ്പൻസ് കളത്തിലിറങ്ങുന്നത്. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം വേരിക്കോസീൽ എന്ന രോഗത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാലിൽ ഞരമ്പ് പിടയ്ക്കുന്ന അസുഖമാണ് വേരിക്കോസ് വെയിൻ. അതുപോലെ വൃഷ്ണസഞ്ചിയിലെ സിരകൾ അഥവാ ഞരമ്പുകൾ അല്ലെങ്കിൽ വെയിനുകൾ വലുതായി ഞരമ്പ് പിടയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് വേരിക്കോസീൽ എന്ന രോഗം. സാധാരണയായി ഇത് കൗമാരപ്രായക്കാർ മുതൽ മധ്യവയസ്കർ വരെ ഉള്ളവരിൽ കാണുന്നു. കൂടുതലും ഇടതുവശത്തെ വൃഷണത്തിലാണ് ഇത് കാണുന്നത്. രോഗിയെ സംബന്ധിച്ചിടത്തോളം കുറേ സമയം നിൽക്കുമ്പോൾ ഒരു ഡൾ ഏക്കിംഗ് പെയിൻ അല്ലെങ്കിൽ ഒരു കഴപ്പ് പോലെയുള്ള വേദന ആണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. നമ്മൾ കൈകൊണ്ട് തൊട്ടു നോക്കുമ്പോൾ ഒരു കനം കുറഞ്ഞ തുണിയിൽ ഉണ്ടാക്കിയ സഞ്ചിയിൽ കുറച്ച് മണ്ണിരകൾ ഇട്ടതുപോലെ ഉള്ള ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അതിനെ ബാഗ് ഓഫ് വേംസ് അപ്പിയറൻസ് എന്ന് പറയും. പിന്നെ മറ്റൊരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് 2 വശത്തും വേരിക്കോസീൽ വരികയാണെങ്കിൽ വന്ധ്യത അഥവാ
സ്പേംസ് ബീജങ്ങളുടെ എണ്ണക്കുറവ് മൂലമുള്ള വന്ധ്യത ഉണ്ടാകാം. കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാതിരിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ മാരകമായതോ ഗൗരവമേറിയതോ ആയ അസുഖമല്ല. ഇതിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ അസുഖം ഉള്ളതായി സംശയിച്ചാൽ ഉടൻ തന്നെ ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതല്ലേ? ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു രോഗി സർജനെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ലിനിക്കൽ പരിശോധന കൊണ്ട് ഇത് ഏകദേശം കണ്ടെത്താനാവും. അത് ഉറപ്പാക്കാനായി വൃഷണസഞ്ചിയിലെ സ്കാനിങ്, അതായത് ഡോപ്ലർ ഉൾപ്പെടെയുള്ള സ്കാനിങ് ചെയ്യുമ്പോൾ ക്ലിയറായി ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് പറഞ്ഞാൽ വളരെ നേരിയ തോതിൽ മാത്രമുണ്ട്. ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ ശരിയായ ഇറുക്കമുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക, ഒരുപാട് നേരം നിൽക്കുന്നത് ഒഴിവാക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ അത് ലക്ഷണം അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുക മാത്രമേ നിവർത്തിയുള്ളൂ. അതിന് കീഹോൾ സർജറി വഴിയും അല്ലാതെയും വൃഷണത്തിൽ നിന്നും അശുദ്ധ രക്തം തിരിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അത് രക്തം തിരിച്ചു വരാതെ തടയാവുന്നതാണ്. ഇത് കീഹോൾ വഴിയും ചെയ്യാം, ഓപ്പൺ സർജറി വഴിയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ബീജത്തിൻ്റെ എണ്ണം വളരെ കുറഞ്ഞ് 0 ആയി അസോസ്പെർമിയ എന്ന അവസ്ഥയിലെത്തുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്യേണ്ടതാണ്. ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്കവരിലും വിജയം ഉറപ്പാണ്. അപ്പോൾ അറിയുക, വേരിക്കോസീൽ എന്നത് കാലിൽ ഞരമ്പ് പിടയ്ക്കുന്നത് പോലെ വൃഷണസഞ്ചിയിൽ വരുന്ന അസുഖമാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ മേൽപ്പറഞ്ഞവയാണ്. അതിൻ്റെ ടെസ്റ്റ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ചികിത്സയും പറഞ്ഞു. ഇനി അടുത്ത മറ്റൊരു വിഷയമായി അടുത്ത ഞായറാഴ്ച കേൾക്കുന്നത് വരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. സർജൻ ഡോക്ടർ SK അജയ്കുമാർ രാവിലെ 8:30 മുതൽ 11:30 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ 10 മുതൽ 12:30 വരെ, വൈകിട്ട് 5 മുതൽ 6:30 വരെ. ഓർത്തോ ഡോക്ടർ ശബരിദാസ് രാവിലെ 10:30 മുതൽ 12:30 വരെ. ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 4:30 വരെ. സൈക്കാട്രി ഡോക്ടർ അശ്വതി ബാലൻ രാവിലെ 9:30 മുതൽ 12:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിന്റ്മെന്റ്സിനും വിളിക്കൂ 9495472598 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: താക്കോൽ സുഷിര ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ ഒരു നാഴികക്കല്ലാണ് ആദ്യമായി ഗോൾ ബ്ലാഡർ സർജറി താക്കോൽ സുഷിര ശസ്ത്രക്രിയ വഴി ചെയ്തത്. ആ മഹത്തായ കർമ്മം, ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി, ഇന്ത്യയിൽ ആദ്യമായി ചെയ്ത വ്യക്തിയുടെ പേര്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ. സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി, നമസ്കാരം. സരസ്വതി FM കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ.